ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പോഷകഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് കൊണ്ടാണ് ഈ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു ലഡുവാണിത്. അപ്പോൾ അതങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറമേയുള്ള തൊലി ജസ്റ്റ് ഒന്ന് നീക്കണം. അതിന് ശേഷം നമുക്ക് ക്യാരറ്റിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4 ക്യാരറ്റും ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാനിലേക്ക് ഒഴിച്ച നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം മാത്രം 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്ത തേങ്ങയുടെ കളറ് മാറിപ്പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത തേങ്ങയും ക്യാരറ്റും നന്നായിട്ട് മിക്സാവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും തേങ്ങയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ശർക്കര പൊടിച്ചിട്ട് നേരിട്ട് ചേർക്കാത്തത് ശർക്കരയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാകും. അതുകൊണ്ടാണ് ശർക്കര ഉരുക്കിയെടുത്തിരിക്കുന്നത്. നമ്മളിത് അരിപ്പയിലൂടെ അരിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും കൂടെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായുടെ സീഡ്സ് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് അളവിൽ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളിൽ ധാരാളം പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എള്ള് നമുക്ക് വറുത്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വറുക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ള് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള എള്ള് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയിലുള്ള വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനിയിലുള്ള വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ലഡു രൂപത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നിറയെ പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു ലഡുവാണിത്. നമുക്കിത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ ലഡു ഇതുപോലെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.